ഇതാണ് കോട്ടത്തറ പഞ്ചായത്തിലെ പാത്തിക്കൽ പാലം. 2017 പണിതീർന്നതാണ്. നല്ല മനോഹരമായ പാലാണ്, നല്ല വീതിയുണ്ട്, രണ്ട് ഭാഗത്തും ഫുട്പാത്ത് ഉണ്ട്. പടിഞ്ഞാറത്തറയ്ക്ക് പോകുന്ന ഈ ഭാഗത്ത് മനോഹരമായ അപ്രോച്ച് റോഡും ഉണ്ട്. പക്ഷേ ഈ 8 കൊല്ലമായിട്ടും നാട്ടുകാർ പറയുന്നത് ഈ പാലം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല എന്നാണ്. എന്താണ് അതിന് കാരണം എന്ന് നോക്കണമെങ്കിൽ പാലത്തിൻ്റെ മറുവശത്തേക്ക് പോകണം. ഇത് കണ്ടോ, പാലത്തിൻ്റെ മറുവശത്തെ അപ്രോച്ച് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വഴിയാണ്. മെറ്റലിങ് ഒന്നും ചെയ്തിട്ടില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഏതാണ്ട് മുട്ടുവരെ താഴ്ന്നു പോകുന്ന അവസ്ഥയിലാകും ഈ റോഡ്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഇതേ സ്ഥിതിയാണുള്ളത്. ഈ പാലം ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളടക്കം ഈ അസുഖമായിട്ടുള്ള പ്രഗ്നൻ്റ് ആയ ആൾക്കാരെ നമ്മൾ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് വെണ്ണിയോട് വരെ. ഈ പ്രാവശ്യം ഇവിടെ ഞാറങ്ങ് വെക്കാം, അത് കുണ്ടും കുഴിയായി ചളിയായിട്ട് കിടക്കുക. ഒരു വണ്ടിയോ ഒരു സാധനം ഭാഗത്തോട് വരില്ല, മനുഷ്യന്മാർക്കും വരാൻ പറ്റൂല. പഞ്ചായത്തുകാർ പറയും അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പറയും, ബ്ലോക്ക് പഞ്ചായത്തുകാർ PWD ഉണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് ആരോടെ പറയേണ്ടതെന്ന് അറിയുന്നില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോൾ കാറുണ്ട്, എൻ്റെ വീട്ടിൽ ആ കാർ നിർത്താൻ പറ്റില്ല. ഞങ്ങൾ ടൗണിൽ നിർത്തിയിട്ടാണ് നടന്നു വരുന്നത്. എന്തിനാ ഈ പാലം? നമ്മളെ കഷ്ടപ്പെടുത്താനായിട്ടോ. ഇപ്പോൾ ഒരു 4 മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം കൊണ്ട് അയ്യാറ് കളിയാണ്. ബോട്ടും കടലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നത്. നമ്മളെങ്ങനെ ജീവിക്കും? ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും ഞങ്ങൾ പറയുന്നത് ഈ ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തരണം. റോഡ് ഒന്നേ വരെ ആരും ചെയ്തിട്ടില്ല. ഇനി പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ മേലെ കെട്ടാൻ പോവുകയാണ്, അവിടെ ഞങ്ങൾ വഴി തടയാൻ പോവുകയാണ്. ഇതാണ് ഈ പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം. നടപ്പാലായിരുന്നു. മാത്രമല്ല അത് മഴ പെയ്ത അതിൻ്റെ മേലെ വെള്ളം വരും. ഇത് വലിയ കടൽ പോലെ വെള്ളം കയറുന്ന പ്രദേശമാണ് മഴക്കാലത്ത്. അപ്പോൾ ആ വെള്ളപ്പൊക്കമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഉയരത്തിൽ ഈ പുതിയ പാലം പണിതത്. പക്ഷേ പാലം ഉയരത്തിൽ പണിതു, അപ്രോച്ച് റോഡ് അത്രയും ഉയരത്തിൽ ഈ പാലുമായിട്ട് കണക്ട് ചെയ്ത് ഈ വശത്ത് പണിയാനുള്ള ഫണ്ട് ഉണ്ടായില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് മാറി മറഞ്ഞു പോയി. പഞ്ചായത്ത് ഒരു ഫണ്ട് വെച്ചു. ആ ഫണ്ട് അന്ന് നബാർഡിൻ്റെ ഫണ്ടായിരുന്നു. ആ ഫണ്ട് എന്താക്കാൻ പറ്റിയില്ല. അന്ന് കല്ല് കിട്ടാത്ത പ്രശ്നമൊക്കെ വന്നിട്ട് ആ ഫണ്ട് ലാപ്സായി പോയത്. അത് വേറെ വകമാറ്റി ചിലവാക്കി. അതിന് ശേഷം രണ്ടാമതൊരു ഫണ്ട് വെച്ചു. അത് കുറേ ഒരു 7-8 കൽവർട്ടും ഇതൊക്കെ ഉണ്ടാക്കി. അതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞൊരു 35 ലക്ഷം റുപ്യ ബാക്കിയുണ്ട്. റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോഴും ഒരുപാട് ചുറ്റി വളഞ്ഞു വേണം പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കാൻ. ഈ നാട്ടുകാർ, ഈ പ്രദേശത്തുകാർ പഞ്ചായത്തിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരണമെങ്കിൽ 3.5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം. ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ ഇതൊരു ആത്മഹത്യാ പാലമാണ്. ആളുകൾക്കൊരു ഗുണവുമില്ല. അതുമാത്രമല്ല ഈ നാടിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിൽ ആളുകൾ ഇവിടെ വന്നിട്ട് ഈ പാലത്തിൻ്റെ താഴെ ചെറിയൊരു പാലമുണ്ട്, അവിടെ നിന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്. 3-4 ആത്മഹത്യ ഇവിടെ കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു പാലം പണിതിട്ട് 8 വർഷമായി. ഈ മഴക്കാലത്തിന് മുൻപെങ്കിലും അത് തങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ജോം ടി കെക്കൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.